ഒരു കളി എന്നതിനപ്പുറം ക്രിക്കറ്റ് ഇന്നൊരു മതമാണ്. ലോകത്തെ തന്നെ ഒരുമിപ്പിക്കുന്ന ഒരു മതം. ഇംഗ്ലണ്ടിന്റെ പുൽമേടുകളിൽ പിറവികൊണ്ട് ക്രിക്കറ്റ് ഇന്ന് കായിക ലോകത്തെ ഒരു വിപ്ലവമാണ്. ക്രിക്കറ്റ് എന്ന ഗെയിമിന്റെ ചരിത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഏവർക്കും സ്പോർട്സ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. ക്രിക്കറ്റിന്റെ പിറവി 16-ാം നൂറ്റാണ്ടിലാണ്. തെക്കുകിഴക്കൻ ഇംഗ്ലണ്ടിലെ ഇടതൂർന്ന വനപ്രദേശങ്ങളും തെളിഞ്ഞ പ്രദേശങ്ങളുമുള്ള ഫീൽഡിൽ താമസിച്ചിരുന്ന കുട്ടികളാണ് സാങ്സൺ അല്ലെങ്കിൽ നോർമൻ കാലഘട്ടത്തിൽ ക്രിക്കറ്റ് കണ്ടുപിടിച്ചതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ആദ്യകാലങ്ങളിൽ കുട്ടികൾ കളിച്ചിരുന്ന കളിയായിരുന്നു ക്രിക്കറ്റ്. ആദ്യമായി മുതിർന്നവരുടെ ക്രിക്കറ്റ് കളിയുടെ പരാമർശം വരുന്നത് 1611-ലാണ്. അതേ വർഷം തന്നെ ഒരു നിഘണ്ടുവിൽ ക്രിക്കറ്റിനെ ആൺകുട്ടികളുടെ കളിയെന്ന് നിർവചിച്ചിട്ടുള്ളതായി കാണാം. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താതെ പന്തിനെ ബാറ്റ്സ്മാൻ ദൂരേക്ക് തട്ടിക്കളയുന്ന ഒരു കളിയിൽ നിന്നാണ് ക്രിക്കറ്റ് എന്ന ഗെയിം ഉണ്ടായതെന്നും അഭിപ്രായമുണ്ട്. ആദ്യകാലങ്ങളിൽ കർഷകരും ഇടയന്മാരുമാണ് ഈ കളി കളിച്ചതെങ്കിലും പ്രമാണിവർഗവും പതിയെ ഈ കളിയിലേക്ക് വരുന്നത് കാണാം. 17-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ഗ്രാമീണ ക്രിക്കറ്റ് വികസിച്ചു. കൗണ്ടി ടീമുകൾ ഉണ്ടാകുന്നതും ആ സമയത്താണ്. 1709-ലാണ് ടീമുകൾ കൗണ്ടി പേരുപയോഗിച്ച ആദ്യ മത്സരം നടക്കുന്നത്. 18-ാം നൂറ്റാണ്ടിലെ ആദ്യ പകുതിയിൽ ലണ്ടനിലും ഇംഗ്ലണ്ടിന്റെ തെക്കുകിഴക്കൻ രാജ്യങ്ങളിലും ക്രിക്കറ്റ് ഒരു പ്രമുഖ കായിക ഇനമായി മാറുന്നത് കാണാം. യാത്രാ പരിമിതികൾ കാരണം പലപ്പോഴും അതിന്റെ വ്യാപനം പരിമിതപ്പെട്ടിരുന്നുവെങ്കിലും ഇംഗ്ലണ്ടിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇത് പതുക്കെ പ്രചാരം നേടിക്കൊണ്ടിരുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ വനിതകളും ക്രിക്കറ്റിലേക്ക് കടന്നു വരുന്നത് കാണാം. 1745-ൽ സറയിൽ ആദ്യ വനിതാ മത്സരം നടന്നു. 1744-ൽ ക്രിക്കറ്റിന്റെ ആദ്യ നിയമങ്ങൾ എഴുതപ്പെടുന്നുണ്ട്. പിന്നീട് 1774-ൽ ഭേദഗതികൾ വരുത്തുകയും ചെയ്തു. LBW, തേർഡ് സ്റ്റംപ്, മിഡിൽ സ്റ്റംപ്, പരമാവധി ബാറ്റ് വീതി തുടങ്ങിയ നൂതനാശയങ്ങളും ഇതിൽ ചേർത്തു. 1760-ന് ശേഷം ബോളർമാർ പന്ത് പിച്ച് ചെയ്യാൻ തുടങ്ങിയതോടെ പന്ത് നിലത്തുകൂടി ഉരുട്ടുന്ന രീതി മാറ്റി. അതിന് മറുപടിയായി പഴയ ഹോക്കി സ്റ്റിക്ക് ശൈലിയിലുള്ള ബാറ്റിങ്ങിന് പകരം നേരായ ബാറ്റ് ഉപയോഗിക്കാൻ ബാറ്റർമാർ തുടങ്ങി. 1787-ൽ ലോർഡ്സിൽ പ്രശസ്തമായ മേരി ലവോൺ ക്രിക്കറ്റ് ക്ലബ് അഥവാ MCC സ്ഥാപിക്കപ്പെടുകയും ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. അന്നു മുതൽ ഇന്നുവരെ MCC തന്നെയാണ് ക്രിക്കറ്റ് നിയമങ്ങൾ ഉണ്ടാക്കുന്നതും പരിഷ്കാരങ്ങൾ വരുത്തുന്നതും. അതുവരെ ക്രിക്കറ്റിന്റെ പ്രധാന തീരുമാനങ്ങൾ എടുത്തിരുന്ന ഹാംഷെയറിലെ ഹാംബിൾട്ടൺ ക്ലബിന്റെ പ്രാധാന്യം കുറയുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അതേ കാലത്ത് തന്നെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ബ്രിട്ടീഷ് കോളനികളിലേക്ക് ക്രിക്കറ്റ് വ്യാപിക്കുന്നത് നമുക്ക് കാണാം. 17-ാം നൂറ്റാണ്ടിൽ തന്നെ നോർത്ത് അമേരിക്കയിൽ ക്രിക്കറ്റ് എത്തുമ്പോൾ 1788-ൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയയിലും എത്തുന്നുണ്ട്. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കരീബിയൻ ദ്വീപുകളിൽ ബ്രിട്ടീഷുകാരും ക്രിക്കറ്റ് എത്തിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ക്രിക്കറ്റ് ന്യൂസിലാൻഡിലും സൗത്ത് ആഫ്രിക്കയിലും എത്തുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ നെപ്പോളിയന്റെ യുദ്ധം കാരണം നിക്ഷേപങ്ങൾ ക്രിക്കറ്റിലേക്ക് വരുന്നില്ല എന്നത് വലിയ തിരിച്ചടിയാണ് ക്രിക്കറ്റിൽ ഉണ്ടാക്കുന്നത്. എന്നാൽ ക്രിക്കറ്റിനെ പുനരുജ്ജീവിക്കുന്നതിന്റെ ഭാഗമായി 1839-ൽ ആദ്യ ഇംഗ്ലീഷ് കൗണ്ടി ക്ലബായ സക്സസ് തുടങ്ങുന്നു. അതുപോലെ തന്നെ 1846-ൽ ഓൾ ഇംഗ്ലണ്ട് 11 എന്ന ഒരു ക്ലബ് സ്ഥാപിക്കപ്പെടുകയും ആ ക്ലബ് പിന്നീട് ഇംഗ്ലണ്ടിൽ ഉടനീളം ഒരു യാത്ര നടത്തുന്നതായും അവിടെയുള്ള ലോക്കൽ ക്ലബ്ബുകളുമായി മത്സരങ്ങൾ കളിക്കുന്നുമുണ്ട്. അത് ക്രിക്കറ്റ് കടന്നു വരാത്ത പല സ്ഥലങ്ങളിലും ക്രിക്കറ്റ് വ്യാപിക്കാൻ സഹായകമാകുന്നുണ്ട്. അതുപോലെ ട്രെയിൻ ഗതാഗതം വരുന്നതും ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്ക് അന്ന് സഹായമാകുന്നുണ്ട്. ദൂരദേശങ്ങളിൽ നിന്നും ഉള്ള ടീമുകൾക്ക് പരസ്പരം കളിക്കാൻ കഴിയുമെന്നതിനപ്പുറം കാണികൾക്കും ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനും മത്സരം കാണാനും സാധിച്ചു തുടങ്ങി. അതുപോലെ കോളനികളിലെ ബ്രിട്ടീഷ് പട്ടാളക്കാർ തദ്ദേശീയരായ കളിക്കാരെ വളർത്തുകയും ഇന്ത്യയിലടക്കം പല പ്രദേശങ്ങളിലും ക്രിക്കറ്റ് വളരുന്നതായും നമുക്ക് കാണാം. ഇതേ സമയം തന്നെ വനിതാ ക്രിക്കറ്റിനും വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട്. 1811-ൽ ആദ്യ വനിതാ കൗണ്ടി മത്സരങ്ങൾ നടന്നപ്പോൾ പലതും വലിയ കൂട്ടം കാണികൾക്ക് മുൻപിലാണെന്നും കാണാം. 1864 എന്ന വർഷം ക്രിക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. ആ വർഷമാണ് ഓവർ ആം ബോളിംഗ് നിയമവിധേയമാകുന്നതും വിസ്ഡൻ ക്രിക്കറ്റ് ആലമന്റ് പ്രസിദ്ധീകരണം തുടങ്ങുന്നതും ക്രിക്കറ്റിനെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന WC ഗ്രേസിന്റെ പ്രൊഫഷണൽ ക്രിക്കറ്റ് കരിയർ ആരംഭിക്കുന്നതുമെല്ലാം.
ആദ്യ ഇന്റർനാഷണൽ ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് 1844 യുഎസ്എയും കാനഡയും തമ്മിൽ ന്യൂയോർക്കിലെ സെന്റ് ജോസ് ക്രിക്കറ്റ് ക്ലബിലാണ് ആ മത്സരം നടക്കുന്നതും. 1859 ഒരു ഇംഗ്ലീഷ് ടീം നോർത്ത് അമേരിക്കയിലേക്ക് ഒരു പര്യടനത്തിന് പോകുന്നുണ്ട്. ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ വിദേശ പര്യടനം. 1862 ഇംഗ്ലണ്ട് ടീം ഓസ്ട്രേലിയയിലേക്കും 6 കൊല്ലത്തിനു ശേഷം ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിലേക്കും പര്യടനം നടത്തുന്നുണ്ട്. 1877 ഇംഗ്ലണ്ട് നടത്തിയ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ നടന്ന 2 മത്സരമാണ് ആദ്യ ടെസ്റ്റ് മത്സരമായി രേഖപ്പെടുത്തിയത്. തുടർന്ന വർഷങ്ങളിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിലേക്ക് വരുന്നത് കാണാം. 1882 ഓവനിൽ നടന്ന ഓസ്ട്രേലിയയുടെ വിജയമാണ് പിന്നീട് പ്രസിദ്ധമായ ആഷസ് പരമ്പരയുടെ തുടക്കം. 1889 സൗത്ത് ആഫ്രിക്കയും ടെസ്റ്റ് നാഷനായി മാറുന്നത് കാണാം. 1890 ഇംഗ്ലണ്ടിൽ കൗണ്ടി ക്രിക്കറ്റ് തുടങ്ങിയപ്പോൾ അതേ വർഷം തന്നെ സൗത്ത് ആഫ്രിക്കയിൽ ക്യൂരി കപ്പും 1893 ഓസ്ട്രേലിയയിൽ ഷീഫീൽഡ് ഷീൽഡൻ കപ്പും ആരംഭിക്കുന്നത് കാണാം. 1890 മുതൽ 1-ാം ലോക മഹായുദ്ധം വരെയുള്ള കാലഘട്ടം ക്രിക്കറ്റിന്റെ ഗോൾഡൻ ഏജ് എന്നാണ് അറിയപ്പെടുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ 1909 ICC രൂപീകരിക്കപ്പെട്ടു. ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക ടീമുകൾ മാത്രമാണ് ആദ്യം ICCയിൽ മെമ്പർ ആയിരുന്നതെങ്കിൽ 1928 വെസ്റ്റ് ഇൻഡീസും 1930 ന്യൂസിലാൻഡും 1932 ഇന്ത്യയും 1952 പാകിസ്ഥാനും ICCയുടെ ഭാഗമാകുന്നുണ്ട്. ഇതേ കാലഘട്ടങ്ങളിൽ ടെസ്റ്റ് ക്രിക്കറ്റിന് ഈ രാജ്യങ്ങളിൽ എല്ലാം വലിയ സ്വീകാര്യത കിട്ടുമ്പോൾ തന്നെ ഡൊമസ്റ്റിക് മത്സരങ്ങളും വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. വെസ്റ്റ് ഇൻഡീസിൽ അവരുടെ ദ്വീപുകളെ കേന്ദ്രീകരിച്ച് ഡൊമസ്റ്റിക് മത്സരങ്ങൾ നടന്നപ്പോൾ ന്യൂസിലാൻഡിൽ 1906 മുതൽ പ്ലക്കറ്റ് ഷീൽഡ് എന്ന പേരിലും ഇന്ത്യയിൽ 1934 മുതൽ രഞ്ജി ട്രോഫി എന്ന പേരിലും പാകിസ്ഥാനിൽ 1953 മുതൽ QE-Azam ട്രോഫി എന്ന പേരിലും ഡൊമസ്റ്റിക് മത്സരങ്ങൾ തുടങ്ങി. 1934 ആദ്യ ഇന്റർനാഷണൽ വുമൺ ടെസ്റ്റ് മത്സരം ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്നത്. അതുപോലെ തന്നെ 1958 ഇന്റർനാഷണൽ വുമൺസ് ക്രിക്കറ്റ് കൗൺസിൽ ആരംഭിക്കുന്നു. എന്നാൽ പിന്നീട് 2005 അത് ICCയുമായി മെർജ് ചെയ്യപ്പെടുന്നുണ്ട്. വനിതാ ക്രിക്കറ്റിലെ അടുത്ത വലിയ സ്റ്റെപ്പ് 1973 വനിതാ ലോകകപ്പാണ്. റേച്ചലിന് കീഴിൽ ഇംഗ്ലണ്ട് കന്നിക്കിരീടം സ്വന്തമാക്കി. 1950 ശേഷം ഡിഫൻസീവ് രീതിയിലുള്ള പതിയെ കളി കാണികളിൽ നിന്നും ക്രിക്കറ്റിനെ അകറ്റി. അതിന് മറുപടിയായി 1963 ഇംഗ്ലീഷ് കൗണ്ടി ടീമുകൾ ഒരു ഇന്നിംഗ്സ് മാത്രമുള്ള മത്സരങ്ങൾ നടത്താൻ നിർബന്ധിതരാകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. 1970 ക്രിക്കറ്റിൽ മറ്റൊരു പ്രധാന സംഭവം നടക്കുന്നത്. വർണ്ണവിവേചനം മൂലം സൗത്ത് ആഫ്രിക്കയെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും അനിശ്ചിതമായി ICC വിലക്കി. പിന്നീട് 1991 മാത്രമാണ് സൗത്ത് ആഫ്രിക്ക തിരിച്ച് ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് വരുന്നത്. 1971 മെൽബണിലാണ് ആദ്യ ലിമിറ്റഡ് ഓവർ മത്സരം നടക്കുന്നത്. ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ ആദ്യ ദിനങ്ങൾ മഴ മൂലം നഷ്ടമായ കൊണ്ട് പരീക്ഷിച്ച ഈ പരീക്ഷണം വലിയ വിജയമാവുകയും തുടർന്ന് 1975 അന്ന് ടെസ്റ്റ് കളിച്ചിരുന്ന ടീമുകളെ വെച്ച് ആദ്യ ലോകകപ്പ് നടത്തുകയും ചെയ്തു. 1977 മറ്റൊരു പ്രധാന സംഭവം ക്രിക്കറ്റിൽ സംഭവിച്ചു. പാർക്കർ റവല്യൂഷൻ. കാരി പാർക്കർ എന്ന വ്യക്തി അന്ന് ക്രിക്കറ്റിലുണ്ടായിരുന്ന പ്രധാന താരങ്ങളെ എല്ലാം ഉൾപ്പെടുത്തി അന്ന് വിലക്ക് നേരിട്ടിരുന്ന സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ ഘടനയ്ക്ക് പുറത്ത് സ്വകാര്യമായ ഒരു ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിച്ചു. ഓസ്ട്രേലിയ 11, കാവലിയേഴ്സ് 11, റെസ്റ്റ് ഓഫ് ദ വേൾഡ് 11, വെസ്റ്റ് ഇൻഡീസ് 11 തുടങ്ങി 4 ടീമുകൾ പങ്കെടുത്ത ഈ ലീഗ് 2 കൊല്ലം മാത്രമാണ് സംഘടിക്കപ്പെട്ടത്. എന്നാൽ താരങ്ങൾക്ക് വലിയ ശമ്പളവും കളർ ജേഴ്സിയും രാത്രി മത്സരങ്ങളും ഉൾപ്പെടെ ഇന്ന് ക്രിക്കറ്റിൽ കാണുന്ന പല വലിയ മാറ്റങ്ങളും ആദ്യം കൊണ്ടുവരുന്നത് പാർക്കറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും അത് പാർക്കർ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. 1975 വേൾഡ് കപ്പ് വലിയ വിജയമായതോടെ വേൾഡ് കപ്പ് പിന്നീട് ക്രിക്കറ്റ് കലണ്ടറിന്റെ ഭാഗമായി. 1979 1983 ഇംഗ്ലണ്ടിൽ തന്നെ നടന്ന മത്സരം 1987 ആദ്യമായി ഇംഗ്ലണ്ടിന് പുറത്ത് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി നടന്നു. 1992 ലോകകപ്പ് മുതൽ റെഡ് ബോളിന് പകരം വൈറ്റ് ബോൾ വരികയും ജേഴ്സി കളർഫുൾ ആക്കുകയും ചെയ്തു. 1992 തന്നെയാണ് തേർഡ് അമ്പയർ നിലവിൽ വരുന്നത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് മത്സരത്തിലാണ് ആദ്യമായി തേർഡ് അമ്പയർ വരുന്നതും ആദ്യമായി തേർഡ് അമ്പയർ ഔട്ട് വിധിക്കുന്നത് സച്ചിനെതിരെയുമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും ശ്രീലങ്ക 1982 സിംബാബ്വെ 1992 ബംഗ്ലാദേശ് 2000 ടെസ്റ്റ് പദവിയിലേക്ക് ഉയരുന്നുണ്ട്.
21ാം നൂറ്റാണ്ടാണ് ശരിക്കും ക്രിക്കറ്റിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. 2020 ക്രിക്കറ്റിന്റെ ഉദയം. ആദ്യമായി T20 ക്രിക്കറ്റ് കളിക്കുന്നത് 2003 ഇംഗ്ലണ്ട് കൗണ്ടി ക്രിക്കറ്റിൽ തന്നെയാണ്. ബാറ്റർമാർ പരമാവധി റൺ സ്കോർ ചെയ്യാനും ബോളർമാർ പല വെറൈറ്റി കൊണ്ടുവരാനും ഫീൽഡിങ്ങിൽ പ്രാധാന്യം കൂടുന്നത് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. 2004 ആദ്യ വുമൻസ് ഇന്റർനാഷണൽ T20യും 2005 ആദ്യ മെൻസ് ഇന്റർനാഷണൽ T20യും നടന്നു. 2007 ഒരു പരീക്ഷണം പോലെ ICC നടത്തിയ T20 വേൾഡ് കപ്പ് വലിയ വിജയമായതും സ്വപ്ന ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും വന്നതും എല്ലാം T20 ക്രിക്കറ്റിന്റെ പ്രചാരം കൂട്ടി. തൊട്ടടുത്ത കൊല്ലം ഒരു വിപ്ലവം പോലെ IPL വന്നതും അതിന്റെ മാതൃകയിൽ പല ലീഗുകൾ വന്നതും T20 ക്രിക്കറ്റിന്റെ മാർക്കറ്റ് വർദ്ധിപ്പിച്ചു. 5 ദിവസം കളിക്കുന്ന ടെസ്റ്റിനെയും 3 മണിക്കൂർ കൊണ്ട് ഫുൾ എന്റർടൈൻമെന്റ് സമ്മാനിക്കുന്ന T20 ക്രിക്കറ്റ് കാണികളെ ത്രസിപ്പിച്ചു. ഇതേ സമയം തന്നെ അസോസിയേറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി പല ടൂർണമെന്റും ICC നടത്തുകയും അഫ്ഗാനിസ്ഥാൻ, നെതർലാൻഡ്സ് അടക്കം ടീമുകൾ വലിയ മുന്നേറ്റമുണ്ടാക്കുന്നതും കാണാം. ടെസ്റ്റ് ക്രിക്കറ്റിന് പ്രാധാന്യം കുറഞ്ഞുവെന്ന് കണ്ടപ്പോൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന ആശയവും പിങ്ക് ബോളിൽ കളിക്കുന്ന ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റും എല്ലാം കൊണ്ടുവന്ന് ടെസ്റ്റിനെ പഴയ പ്രൗഢിയിലേക്ക് കൊണ്ടുവരാൻ ICC ശ്രമിക്കുന്നതും കാണാൻ സാധിക്കും. ഈ നൂറ്റാണ്ടിൽ വന്ന മറ്റൊരു വലിയ മാറ്റം ടെക്നോളജി ക്രിക്കറ്റിലേക്ക് വന്നതാണ്. 2008 കൊണ്ടുവന്ന DRS ശരിക്കും ഇന്നൊരു വിപ്ലവമാണ്. അമ്പയർമാർക്ക് വരുന്ന ചെറിയ പിഴവ് പോലും ഇല്ലാതാക്കി മത്സരം സുതാര്യമാക്കുന്നതിന് ഇത് സഹായിച്ചു. DLS മെത്തേഡ് വന്നതോടെ മഴ മൂലം തടസ്സപ്പെടുന്ന മത്സരങ്ങൾ തീരുമാനമുണ്ടാക്കാൻ സാധിച്ചു. ഫ്ലാഷിംഗ് സ്റ്റംപ്സും അൾട്രാ എഡ്ജും സ്റ്റംപ് ക്യാമും മൈക്കുമെല്ലാം ക്രിക്കറ്റിനെ കൂടുതൽ മനോഹരമാക്കി. 16ാം നൂറ്റാണ്ടിൽ നിന്നും ഇന്ന് ഈ കുട്ടി ക്രിക്കറ്റിൽ എത്തി നിൽക്കുമ്പോൾ ഇത്രയേറെ മാറ്റങ്ങൾ സംഭവിച്ച മറ്റൊരു ഗെയിം ഉണ്ടാകുമോ എന്നത് സംശയമാണ്. ക്രിക്കറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഗെയിം, ഇറ്റ്സ് എൻ ഇമോഷൻ.